വധൂവരന്മാര് വരുന്നത് എങ്ങനെയാണെന്ന് അറിയോ? ചേട്ടാ അതെ, ഞങ്ങൾക്ക് ഇതേപോലത്തെ ഫോട്ടോ വേണം, ഇതേപോലത്തെ സേവ് ദ ഡേറ്റ് വേണം, മേക്കപ്പ് ഇതേപോലെ ആയിരിക്കണം, ഞങ്ങളുടെ സ്റ്റേജ് ഇങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. അപ്പൊ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഞങ്ങൾ ചെയ്യില്ല. ഒരു ഉദാഹരണം പറയാം സാറേ, ഞങ്ങളുടെ അടുത്തുള്ള എടക്കമ്പലത്തിലെ ഒരു ഓഡിറ്റോറിയത്തിൽ 1 ലക്ഷം രൂപ ഓഡിറ്റോറിയത്തിന് ഒരു റെന്റ്, ചെറിയ റെന്റാണ് ഇപ്പോഴത്തെ രീതി അനുസരിച്ച് 2-3 ലക്ഷം രൂപ, AC 3000-30,000 സ്ക്വയർ ഫീറ്റുകൾ 1 ലക്ഷം രൂപയാണ്. എൻ്റെ ഒരു സുഹൃത്താണ് അവിടെ ഈവന്റ് മാനേജ്മെന്റ് ചെയ്യണം. അപ്പം ഞാൻ ചോദിച്ചു, ഇതിന് റേറ്റ് നീ എങ്ങനെ കണക്കാക്കണം? 1 ലക്ഷം രൂപയുടെ ഓഡിറ്റോറിയം 1 ലക്ഷം രൂപ അതിന് റേറ്റ്, നിനക്ക് എന്താ എക്സ്പെൻസ്? എനിക്ക് 10,000 താഴെ എക്സ്പെൻസ് വരുന്നു. കാരണം എന്താ? 1 ലക്ഷം രൂപ, ഇതാണ് സംഭവം. ഞാൻ പറയണത് ഇത് ആളുകള് ഇങ്ങനെ ഹൈപ്പ് ചെയ്ത് കൊണ്ടുവന്ന് ഇല്ലാത്ത റേറ്റ് ഉണ്ടാക്കും. സാറേ ഇതിന്റെ പുറകെ ഒരു കാര്യം കൂടി പറയാം. ഇദ്ദേഹം പറഞ്ഞു ഇതിന് 1 ലക്ഷം രൂപയാണ്, എനിക്ക് 10,000 രൂപ ചെലവ് വരുള്ളൂ എന്ന് പറഞ്ഞു. ഈ ഗിയറുകളൊക്കെ നമ്മൾ ഇവരെ ഏൽപ്പിക്കാം. അതായത് ഈ പറയുന്ന ആരാണെന്ന് വെച്ചാൽ അവരെ ഏൽപ്പിക്കാം. അതേ സെയിം നമ്മൾ ഉപയോഗിക്കുന്ന അതേ ക്യാമറകളും ലെൻസും കൊടുക്കാം. അവർക്ക് അവിടെ നിന്ന് അതേപോലെ ഒരു ഫോട്ടോ എടുക്കാൻ പറ്റില്ല. അപ്പൊ ഇവര് കുറച്ച് കാണുന്ന ഞങ്ങളുടെ എക്സ്പീരിയൻസിനെയും കൂടിയിട്ടാണ്. കാരണം ഞങ്ങൾ ആ സമയത്ത് കൃത്യമായ ടൈമിൽ നിന്ന് കൃത്യമായ പോയിന്റിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടിയാണ് ആ സിനിമ ആ പടം കിട്ടുന്നത്. ഞാനൊരു ഓർഗനൈസേഷന്റെ പ്രതിനിധിയായിട്ട് ഇതിൽ പങ്കെടുക്കുന്നത്. 17,000 അംഗങ്ങളുണ്ട്. നമ്മൾ അവർക്ക് കൃത്യമായ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. കൃത്യമായിട്ടുള്ളൊരു റേറ്റ് ഉണ്ട്, റേറ്റ് കാർഡ് ഉണ്ട്. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ എന്ന് പറയും, AKPA. 41 വർഷമായിട്ട് കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഞാൻ അതിന്റെ മുൻ സംസ്ഥാന പ്രസിഡന്റാണ്. ഞങ്ങൾ വളരെ കൃത്യമായിട്ട് പെരുമാറുന്ന രീതികൾ പോലും നമ്മളവരെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് പോകുന്നത്. നിങ്ങൾ പറയുന്നത് നമ്മളൊരു തട്ടിപ്പുകാരാണെന്നുള്ള രീതിയിലാണ് പറയണം. ഒരു വീട്ടുകാരുമായിട്ട് ധാരണ ഉണ്ടാക്കിയിട്ടാണ്. സാറിനോട് പറയട്ടെ, പുതിയ ജനറേഷനിലെ പിള്ളേർ നമ്മളെ ഫോട്ടോഗ്രാഫി ചെയ്യാൻ വിളിച്ചു കഴിഞ്ഞാൽ ആദ്യം ചോദിക്കുന്നത് എന്താ അറിയോ? ഏതാ എക്യുപ്മെന്റ്, ഏതൊക്കെ ലെൻസ്, എന്തൊക്കെ ആപ്പാണ് നിങ്ങളുടെ ഫോണിലുള്ളത്? ഈ ഫോട്ടോ, അതായത് ഒരു കല്യാണം, അത് കൂടാതെ ഓരോ നിമിഷങ്ങളും ഫോട്ടോ ഓൺലൈനായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുമോ, ഞങ്ങൾക്ക് ലൈവ് തരാൻ പറ്റുമോ, ഓൺലൈനായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുമോ, അവിടെ തന്നെ QR കോഡ് വെച്ച് സ്കാൻ ചെയ്യും. ഇങ്ങനെ ഒരുപാട് ഡിമാൻഡുകളുമായിട്ടാണ് നമ്മളെ സമീപിക്കുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ചാണെങ്കിൽ ചിലപ്പോ നമ്മളുടെ അടുത്ത് വരുന്ന കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഈ ഒരു ആക്ട്രസ് ഇട്ടിരിക്കുന്ന ഓർണമെന്റ് വേണം, അത് ഡിസൈൻ ചെയ്ത് തരാവോ എന്ന് ഇങ്ങോട്ട് ചോദിച്ചാണ് വരുന്നത്. അല്ലാതെ നമ്മള് ഈ ഇത്രയും രൂപയുടെ ഓർണമെന്റ്സ് നിങ്ങൾ ഉപയോഗിച്ചേ പറ്റൂ എന്ന് പറയുന്നത്. വിവര സാങ്കേതിക വിദ്യ ഒരുപാട് വളർന്നു, ടെക്നോളജി ഒരുപാട് വളർന്നു. ആരും അധികം പറ്റിക്കാനൊന്നും പറ്റില്ല ഇന്നത്തെ എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം പുതിയ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളൊരു കല്യാണത്തിന് ഒരു ഫോട്ടോഗ്രാഫി ചെയ്യാൻ പോണ പഴയതുപോലെ ഒരാളോ 2 പേരോ അല്ല, ഒരു ടീമാണ് പോകുന്നത്. ഓരോ ആളുകൾക്കും ഓരോ ഡ്യൂട്ടി ഉണ്ട്. അതായത് ഇപ്പൊ എടുക്കുന്ന പടങ്ങള് അതേ സമയത്ത് മൊബൈലിൽ വരും. മൊബൈലിൽ നമ്മള് അങ്ങനെയാണെങ്കിലേ ചേട്ടാ, നിങ്ങളൊരു അസോസിയേഷന്റെ ആളായിട്ട് ഞാൻ പറയാം, ഈ കല്യാണത്തിന് പോകുന്ന ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ ആളുകൾക്കും പലപ്പോഴും നിങ്ങൾ കയറി മറിഞ്ഞിരിക്കുന്നതാണ് കാണാൻ പറ്റുന്നത്. അതിനും കൂടെ പറഞ്ഞപ്പോഴാ പറഞ്ഞത്. ഇപ്പോ പണ്ട് കല്യാണത്തിന് ഈ ഗ്രൂപ്പ് ഫോട്ടോ നിർത്തുമല്ലോ, അത് അറേഞ്ച് ചെയ്ത് നിർത്തുന്നതൊക്കെ ഫോട്ടോഗ്രാഫർ ആയിരുന്നു. ഇന്ന് അത് മാറി. കാരണം പലപ്പോഴും ഫോട്ടോഗ്രാഫർമാര് ചെയ്യുന്ന അത് എല്ലാവരും ഒന്നുമല്ല, പലപ്പോഴും ഒരിക്കലൊക്കെ ചെയ്യുന്ന ആൾക്കാർ അത് ശരിയായ രീതിയിൽ ചെയ്യാത്തതുകൊണ്ട് അതിപ്പോ ഇവന്റിന് മോഡൽസ് ആയിട്ടുള്ള ആൾക്കാരെയാണ് നിർത്തുന്നത്. അവരാണ് വളരെ മാന്യമായി നിതംബം കൊണ്ട് കാഴ്ച മറച്ച് ഞങ്ങളൊക്കെ പല കല്യാണം വന്നിട്ടുണ്ട്. സാറ് താലി കെട്ടുന്ന സമയത്ത് ഒരിക്കലും ഈ ചെറുക്കനും പെണ്ണും കൂടെ ചെറുക്കനെടുത്ത് പെണ്ണിന്റെ കഴുത്തോട് താലിയാർന്ന് ആർക്കും കാണാൻ പറ്റിയല്ല. കാരണം നിരന്ന് സ്ക്രീൻ വെച്ചിട്ടുണ്ട്. അതിന് പല കാരണങ്ങളുണ്ടാവും. സാറിന്റെ കല്യാണ ഫോട്ടോ ഉണ്ട്, താലി കെട്ടുന്നത് സാറിന്റെ കയ്യിലുണ്ട്. ലളിതമായ അല്ല സാറേ, ഞാൻ പറയാണ് സാറിന്റെ കല്യാണ ഫോട്ടോ ഉണ്ടോ? ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടം, ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടം സംസാരിച്ചു. അത് മൊത്തം ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടം. അത് തന്നെ ഒരു ഫോട്ടോ. മാഡം അന്ന് ഒരു ഫോട്ടോഗ്രാഫറെ പോലും കിട്ടിയാൽ ആരെ ഫോട്ടോഗ്രാഫർ വന്ന് പടം എടുക്കുന്നത്. പലപ്പോഴും സംഭവിക്കുന്നത് ഈ പ്രത്യേകിച്ച് ഹിന്ദു കല്യാണങ്ങൾക്കൊക്കെ ആവുമ്പോ അവിടെ സംഭവിക്കുന്ന ഒരു കാര്യം, അവിടെ ഒരു ചൂണ്ടമ്മാവനുണ്ടാവും. ചൂണ്ടമ്മാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചൂണ്ടമ്മാവെന്ന പുള്ളി ഇങ്ങനെ വിളിച്ചിട്ട്
ഈ താലി എടുത്തിട്ട് ഇങ്ങനെ മറ്റേ പെണ്ണിന് ഇങ്ങനെ കെട്ടണം. സൂപ്പർ ഈ- സംഭവം. ആ. ഈ ഫോട്ടോയില് നിറച്ച് ഈ അദ്ദേഹത്തിന്റെ പേരെന്താ? അമ്മാവന്റെ അദ്ദേഹത്തിന്റെ പേരെന്താ? ചൂണ്ടമ്മാവൻ. ചൂണ്ടമ്മാവൻ. ഈ ചൂണ്ടി കാണിക്കുന്നത്. ഫോട്ടോയുടെ ഏത് ഫ്രെയിമിലായാലും ഈ ചൂണ്ടുവരലായിരിക്കും. അദ്ദേഹത്തിന് മുഖമൊന്നും ഉണ്ടാവില്ല. മൊത്തം കൺട്രോൾ. അപ്പൊ എന്താ അപ്പൊ ഈ അദ്ദേഹത്തിനോടും കൂടി ഇടിപിടിച്ചിട്ട് വേണം ഞങ്ങൾ ഈ ഫോട്ടോ എടുക്കാൻ. പുള്ളി ചൂണ്ടും. പുള്ളി കയറി ചൂണ്ടും. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴേ ചിലപ്പോ നമുക്ക് ആ ഒറ്റ ടൈമിൽ ആ ഫോട്ടോ കിട്ടാൻ വേണ്ടി ചിലപ്പോ അതിന്റെ ഇടയിലോട്ട് നമ്മൾ കയറി നിന്ന് വരും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.